ശ്രീരാമൻ, ധർമ്മത്തിന്റെ മഹാകഥ. അയോധ്യ എന്ന സുന്ദരമായ രാജ്യമുണ്ടായിരുന്നു. അവിടെ സൂര്യവംശത്തിന്റെ പ്രതാപത്തിൽ ധീരനും സത്യസന്ധനുമായ ദശരഥ മഹാരാജാവ് വാണു. അദ്ദേഹത്തിന് 4 പ്രിയപുത്രന്മാർ: ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഇതിൽ രാമനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവൻ, ധർമ്മത്തിന്റെ പ്രതിരൂപം. മിഥിലാപുരിയിലെ സുന്ദരിയായ സീതയെ രാമൻ വിവാഹം ചെയ്തു. ആ വിവാഹത്തിൽ അയോധ്യ അഹങ്കരിച്ചു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ ദശരഥൻ തന്റെ പ്രിയപുത്രൻ രാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു. രാജ്യം മുഴുവൻ ആഹ്ലാദിച്ചു. അപ്പോഴാണ് ദുർവിധി ഒരു നിഴൽ വീശിയത്. രാമന്റെ രണ്ടാനമ്മയായ കൈകേയി തന്റെ ദാസിമന്ത്രയുടെ ദുർമന്ത്രങ്ങൾ കേട്ട് രാജാവിനോട് മുൻപ് നൽകിയ 2 വരങ്ങൾ ആവശ്യപ്പെട്ടു. അവരുടെ സ്വരം കടുത്തു. രാമ, നിനക്ക് 14 വർഷം വനവാസം. ഭരതൻ രാജാവാകട്ടെ. സത്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ രാമൻ തയ്യാറായില്ല. അച്ഛന്റെ വാക്കാണ് എന്റെ ധർമ്മം, രാമൻ മൊഴിഞ്ഞു. കിരീടവും രാജവേഷവും ഉപേക്ഷിച്ച് രാമൻ കാഷായ വസ്ത്രം ധരിച്ചു. എന്റെ പ്രാണനാഥൻ എങ്ങോട്ടു പോയാലും ഞാനും കൂടെയുണ്ടാകും എന്നു പറഞ്ഞ സീതയും, അഗ്രജ, അങ്ങയുടെ സേവകനായി ഞാനുണ്ടാകും എന്നു പറഞ്ഞ് ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. ദുഃഖത്താൽ ദശരഥ മഹാരാജാവ് അധികം വൈകാതെ കാലം ചെയ്തു. വനാന്തരത്തിലെ ഏകാന്തതയിൽ അവർ ശാന്തമായി ജീവിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ലങ്കാധിപതിയായ രാവണന്റെ സഹോദരി ശൂർപ്പണഖ രാമനെ കാണാനെത്തി. രാമൻ അവളെ തടഞ്ഞപ്പോൾ അവൾ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ലക്ഷ്മണൻ ഉടൻ തന്നെ അവളുടെ മൂക്കും ചെവിയും മുറിച്ചു. ഹ്യൂമിലേറ്റഡായ ശൂർപ്പണഖ രാവണനോട് പ്രതികാരം ആവശ്യപ്പെട്ടു. രാവണൻ ഉടൻ തന്നെ തന്ത്രം മെനഞ്ഞു. മായമാനായി മാരീചൻ വന്നു. സീതയ്ക്ക് ആ മാനിനെ കണ്ടപ്പോൾ ആഗ്രഹം അടയ്ക്കാനായില്ല. രാമൻ ആ മാനിനെ പിടിക്കാൻ പോയപ്പോൾ ലക്ഷ്മണനെ സീതയുടെ കാവലിനായി നിർത്തി. തക്കം നോക്കി മുനിയുടെ വേഷം ധരിച്ച് രാവണൻ ആശ്രമത്തിലെത്തി സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലേക്ക് പറന്നു. സീതയെ നഷ്ടപ്പെട്ട ദുഃഖം രാമനെ തളർത്തിയില്ല. അദ്ദേഹം ലക്ഷ്മണനോടൊപ്പം സീതയെ തേടി യാത്ര തുടർന്നു. അവിടെ വച്ചാണ് അവർ വാനരന്മാരുടെ സഹായം തേടുന്നത്. ഹനുമാൻ എന്ന മഹാബലവാനായ വാനരനെ രാമന്റെ ദൂതനായി ലങ്കയിലേക്ക് അയച്ചു. ഹനുമാൻ ഒറ്റയ്ക്ക് സമുദ്രം ചാടിക്കടന്നു. അശോകവനിയിൽ രാവണന്റെ തടവറയിൽ ദുഃഖിതയായിരുന്ന സീതയെ കണ്ടു. ദേവി, ഇതാ എന്റെ രാമൻ തന്ന മോതിരം. ഹനുമാൻ പറഞ്ഞു. സീതയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. പിന്നീട് രാമൻ വാനരസേനയുടെ സഹായത്തോടെ കടലിൽ സേതുബന്ധനമെന്ന കൂറ്റൻ പാലം പണിത് ലങ്കയിലേക്ക് കടന്നു. അവിടെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വലിയൊരു യുദ്ധം നടന്നു. രാവണന്റെ സഹോദരങ്ങളെയും രാക്ഷസന്മാരെയും രാമന്റെ സേന തോൽപ്പിച്ചു. ഒടുവിൽ രാമൻ തന്റെ ദിവ്യമായ അസ്ത്രങ്ങൾ ഉപയോഗിച്ച് രാവണനെ വധിച്ചു. 14 വർഷത്തെ വനവാസം പൂർത്തിയാക്കി രാമനും സീതയും ലക്ഷ്മണനും വിജയശ്രീലാളിതരായി അയോധ്യയിലേക്ക് തിരിച്ചെത്തി. അയോധ്യയിലെ ജനങ്ങൾ ആർപ്പുവിളിച്ചു. നഗരം ദീപങ്ങളാൽ അലങ്കൃതമായി. രാമൻ പട്ടാഭിഷേകം ചെയ്ത് അയോധ്യയുടെ രാജാവായി ധർമ്മം നിലനിർത്തി രാജ്യം ഭരിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പ്രജാരഞ്ജനത്തിനായി രാമന് തന്റെ പ്രിയപത്നിയായ സീതയെ പരിത്യജിക്കേണ്ടിവന്നു. സീതലവ കുശന്മാർക്ക് ജന്മം നൽകി. ഒടുവിൽ തന്റെ പരിശുദ്ധി തെളിയിക്കാൻ സീത ഭൂമിയെ ആശ്രയിച്ചു. ഭൂമിദേവി അവളെ തന്നിലേക്ക് സ്വീകരിച്ചു. വർഷങ്ങൾക്കുശേഷം ശ്രീരാമനും തന്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കി സരയൂ നദിയിൽ സമാധി പ്രാപിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. രാമായണം ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയായി ഇന്നും നിലനിൽക്കും.